മനോഹരമായ കാഴ്ചകളാണ്. പ്രത്യേകിച്ച് ഇതൊരു വ്യൂ പോയിൻ്റാണ്. മദീനയുടെ ഒരു മനോഹരമായ വ്യൂ പോയിൻ്റ്, ഹന്തക്കിൻ്റെ മനോഹരമായൊരു വ്യൂ പോയിൻ്റ്, മദീന പട്ടണത്തിൻ്റെ മനോഹരമായൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. സബു മസാജിദ്, ഹന്തക്കിലെ 7 മസ്ജിദുകൾ ആണ് നമുക്കിവിടുന്ന് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. അതിലെ പ്രധാനപ്പെട്ട മസ്ജിദാണ് ഈ കാണുന്ന മസ്ജിദ്. മാഷാ അല്ലാഹ്, ഗ്രേറ്റ്. അപ്പം ഞാനിതിൻ്റെ എന്ന് അറിയപ്പെടുന്ന ഈ പർവ്വതത്തിൻ്റെ ഉച്ചിയിലെത്തിയിരിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ ഒരു നായികക്കല്ലായ കിബിലയുടെ മാറ്റം സംഭവിച്ചത് ഈ പള്ളിയിൽ വെച്ചാണ്. ഹന്തക്കിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. 7 മസ്ജിദ്, 7 മസാജിദ്. മദീനയിലാണ് ഹന്തക്ക് യുദ്ധം നടന്നിരുന്ന, അല്ലെങ്കിൽ അഹ്സാബ് യുദ്ധം നടന്നിരുന്ന ഹന്തക്കിലാണ് കിടങ്ങുണ്ടായിരുന്ന സ്ഥലം. ഇന്ന് ആ കിടങ്ങൊന്നും ഇവിടെ ഇല്ല. അന്ന് മുത്തുനബിയും സഹാബത്തും തമ്പടിച്ചിരുന്ന ആ സ്ഥലത്താണ് ഇവിടെ അവർ നിന്നിരുന്ന. ഓരോ പോയിന്റിലും ഓരോ മസ്ജിദുകളുണ്ട്. വ്യത്യസ്ത പേരിൽ അറിയപ്പെടുന്ന 7 മസ്ജിദുകളിപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ആദ്യമായി ഇവിടെ കാണാൻ പറ്റുന്നത് ഈ വലിയ മസ്ജിദ്. ഇത് 5-6 മസ്ജിദുകൾ കൂട്ടിയിട്ടുണ്ടാക്കിയ, പിന്നീട് റിനോവേഷൻ നടത്തി ഒന്നാക്കി മാറ്റിയ ഒരു വലിയ മസ്ജിദുണ്ട്, മസ്ജിദ് ജാമിയ ഹന്തക്. പിന്നെ അങ്ങനെ ഇവിടുന്ന് ഇതിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് കാണുന്ന ഒരു മസ്ജിദുണ്ട്. ഇതാണ് സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു. ഹന്തക്ക് എന്ന് പറയുന്ന യുദ്ധതന്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പേർഷ്യക്കാരനായിരുന്ന സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു യുദ്ധതന്ത്രമാണ് ഈ ഹന്തക്കിലെ വിജയത്തിലേക്ക് നയിച്ചത്. കിടങ്ങ് ഉണ്ടാക്കി പ്രതിരോധിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഉള്ള ഒരു ചെറിയ മസ്ജിദാണ് ഈ കാണുന്നത്, സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മസ്ജിദ്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി മുകളിലേക്ക് കയറിയാൽ നമുക്ക് മസ്ജിദുൽ ഫത്തഹ് എന്നറിയപ്പെടുന്ന ഒരു മസ്ജിദുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒക്കെ സ്ഥലമാണ് ഈ മസ്ജിദുൽ ഫത്തഹ്. ഫത്തഹ് എന്ന് പറയുമ്പോൾ വിജയം. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ വിജയമുണ്ടായി. അഹ്സാബ് എന്ന് പറയുന്ന സൂറത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. അഹ്സാബ് യുദ്ധം എന്നും ഈ യുദ്ധത്തിന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ചിരുന്ന, പ്രാർത്ഥിച്ചിരുന്ന സ്ഥലത്തുണ്ടാക്കിയ, പിന്നീട് ഈ പള്ളികളൊക്കെ പിന്നീടാണ് നിർമ്മിക്കപ്പെട്ടത്. ഉമവി ഭരണാധികാരിയായിരുന്ന 2ാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ് ഈ മസ്ജിദുകളൊക്കെ നിർമ്മിച്ച് ഇവിടെ ഈ ചരിത്രത്തിനെ പുനഃസ്ഥാപിച്ചത്. ഇപ്പോൾ കാണുന്ന ഈ പള്ളി മസ്ജിദുൽ ഫത്തഹ്. ഒരുപാട് പേരിവിടെ സന്ദർശകരുണ്ട്. മസ്ജിദുൽ ഫത്തഹ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ചിരുന്ന, അവിടുന്ന് സുജൂദ് ചെയ്തിരുന്ന എന്ന് മനസ്സിലാക്കുന്ന പള്ളിയാണ് ഈ കാണുന്ന മസ്ജിദുൽ ഫത്തഹ്. മസ്ജിദുൽ ഫത്തഹിൽ കയറി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണ്. മസ്ജിദുൽ ഫത്തഹ്. മസ്ജിദുൽ ഫത്തഹിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മസ്ജിദുൽ ഫത്തഹിനെ പ്രതിപാദിക്കുന്ന ഒരു ബോർഡൊക്കെ ഇവിടെ. അഹ്സാബ് യുദ്ധത്തിനെ കുറിച്ചും മസ്ജിദുൽ ഫത്തഹിനെ കുറിച്ചും അതുപോലെയുള്ള ഇവിടെയുള്ള വിവിധ മസ്ജിദുകളെ കുറിച്ചൊക്കെ ചെറിയൊരു നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതാണ് മസ്ജിദുൽ ഫത്തഹ് ആണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിരുന്ന മസ്ജിദ് എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൂടാതെ മറ്റു 6 മസ്ജിദുകളാണ് ഇവിടെ ഉള്ളത്. അതിനെല്ലാം കൂടി പറയുന്ന പേരാണ് സബ് മസാജിദ്. അങ്ങനെ വിശദമായിട്ട് ആ ചരിത്രത്തിൻ്റെ ഒരു വിശദമായിട്ടല്ല ലഘുവായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് മസ്ജിദുൽ ഫത്തഹ്. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് മറ്റുള്ള ചെറിയ ചെറിയ മസ്ജിദുകളുണ്ട്, അതിൻ്റെ കാഴ്ചകളിലേക്ക് നീങ്ങുകയാണ്. ഹന്തക്കിനോട് അനുബന്ധിച്ചുള്ള ഈ ഒരു പർവ്വതത്തിൻ്റെ മൗണ്ട് ജബൽ സെൽ എന്നറിയപ്പെടുന്ന ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് ഹന്തക്ക് കിടങ്ങ് ഉണ്ടാക്കിയത്. ആ കിടങ്ങ് ഇന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. അതെല്ലാം ഇവിടുത്തെ റിന്യൂവേഷൻ്റെ ഭാഗമായിട്ട് അതെല്ലാം തൂർത്ത് റോഡും മറ്റുമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. എന്നാലും അൽഹംദുലില്ലാഹ് ആ സ്ഥലം നമുക്കറിയാൻ പറ്റും. അതേപോലെ അന്ന് സഹാബത്ത് വിശ്രമിച്ചിരുന്ന സ്ഥലങ്ങൾ മസ്ജിദാക്കിയിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അടയാളപ്പെടുത്തിയത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് ഇവിടെ ഉണ്ട്. ഇതാണ് സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള മസ്ജിദ് സൽമാനുൽ ഫാരിസ്. ഹന്തക്ക് എന്ന് പറയുന്ന കിടങ്ങ്, ട്രഞ്ചിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓരോ യുദ്ധത്തിനും ഒരു സഹാബിയുടെ പേരിൽ അത് അടയാളപ്പെടുത്തിയിരിക്കും. ഈ യുദ്ധം അഹ്സാബ് യുദ്ധം, ഹന്തക്ക് യുദ്ധം മഹാനായ സൽമാനുൽ ഫാരിസിയുടെ യുദ്ധമാണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹമാണ് കിടങ്ങ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിന് അറബികൾക്ക്, മദീനക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അങ്ങനെയാണ് ആ വലിയ ശത്രുക്കൾ, 10,000-കണക്കിന് വരുന്ന ശത്രുക്കളിൽ നിന്ന്, മദീനയുടെ ഉള്ളിലും പുറത്തു നിന്നുള്ള ശത്രുക്കളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് വലിയ വിജയം നേടാനായത്. അഹ്സാബിനെ കുറിച്ച് ഇവിടെ ചെറിയൊരു നോട്ടുണ്ട്. ഹന്തക് ബാറ്റിൽ മോസ്ക്. സബ് മസാജിദിൻ്റെ കാഴ്ചകളുമായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഇനി കാണുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മസ്ജിദാണ്. ഇവിടെ മറ്റൊരു മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മസ്ജിദ് ഉണ്ടായിരുന്നു. അതിവിടെ എന്തോ ഖനനം നടത്തി വീണ്ടും റിനോവേഷൻ നടത്താനായിരിക്കാം, ഇന്നിവിടെ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് കേട്ടോ ഈ ഹന്തക്കിലെ മറ്റൊരു മസ്ജിദ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരിലുള്ള മസ്ജിദാണത്. മസ്ജിദ് ഫാത്തിമത്തു സഹറ. ഈ ഹന്തക്കിലെ ഏറ്റവും എൻഡിലുള്ള മസ്ജിദ്, ഈ സബ് മസ്ജിദിൻ്റെ ഏറ്റവും ഒരു എൻഡിലുള്ള ഒരു മസ്ജിദാണ് ഇത്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള മസ്ജിദ് കേട്ടോ. ഇവിടേക്ക് ഇപ്പോൾ ഇവരിത് കൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും സൈഡിലൂടെ ഒരു വഴിയൊക്കെ ഉണ്ട്. അലി റളിയല്ലാഹു അൻഹു ഹന്തക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ അവിടുന്ന് വിശ്രമിച്ചിരുന്ന സ്ഥലം എന്നറിയപ്പെടുന്നു. ഹന്തക്കിലെ പോരാട്ടത്തിൽ വലിയ ഒരു പങ്കുവഹിച്ച വ്യക്തിത്വം കൂടിയാണ് അലി റളിയല്ലാഹു. ചരിത്രങ്ങൾ ഉറങ്ങുന്ന അഹ്സാബ് യുദ്ധം, ഹന്തക്ക് യുദ്ധം എന്നൊക്കെ അറിയപ്പെടുന്ന കിടങ്ങ് കീറി 10,000-കണക്കിന് വരുന്ന ശത്രുക്കളിൽ നിന്ന് മദീനയെ പ്രൊട്ടക്റ്റ് ചെയ്ത ഹന്തക്ക് എന്ന് ഖുർആനിൽ അഹ്സാബ് എന്ന് പറയുന്ന പേരിലൊരു സൂക്തം തന്നെയുണ്ട്, ഒരു സൂറ തന്നെയുണ്ട്. ആ ചരിത്ര പ്രസിദ്ധമായ യുദ്ധം നടന്ന ഭൂമികയാണ് നാം ഈ കാണുന്നത്. അവിടെയുള്ള നിരവധി മസ്ജിദുകൾ, ഓരോരോ മഹാന്മാരായ സ്വഹാബത്ത്, അങ്ങ് ദൂരെ കാണുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ചിരുന്ന മസ്ജിദുൽ ഫത്തഹാണ്. ഈ കാണുന്നതാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു വിശ്രമിച്ചിരുന്ന സ്ഥലം. അതേപോലെ അങ്ങ് കാണുന്ന ഇതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശ്രമിച്ചിരുന്ന സ്ഥലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്രമിച്ച സ്ഥലം അതിൻ്റെ തൊട്ടപ്പുറത്താണ്. ഫാത്തിമ ബീവി അവിടുന്ന് വിശ്രമിച്ചിരുന്ന, അവിടുന്ന് ഇരുന്നിരുന്ന സ്ഥലമാണ് ഈ കാണുന്ന ചെറിയ കെട്ട്. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഹന്തക്കിൻ്റെ ഈ താഴ്വര. അങ്ങ് മുകളിലും ഒരുപാട് ചെറിയ ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്. അതൊക്കെ ഈ ഹന്തക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് സഹാബത്ത്
ടെൻറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ പിന്നീട് ഉണ്ടാക്കിയതാണെന്ന് കരുതപ്പെടുന്നു. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഉമവി ഭരണാധികാരിയായിരുന്ന രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഇതെല്ലാം മസ്ജിദുകളായി അദ്ദേഹം റിന്യൂവേഷൻ നടത്തി ഈ ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട ആ യുദ്ധത്തിനെ അടയാളപ്പെടുത്തിയത്. മാഷാ അല്ലാഹ്, വലിയ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറാണ് കേട്ടോ. സെല്ല അതിൻ്റെ മുകളിൽ ഏതാനും ഈ ഹന്തക്കിനോട് ബന്ധപ്പെട്ട് തന്നെയുള്ള ചില ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്, പഴയ നിർമ്മിതികൾ. അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാ അങ്ങോട്ട് നമുക്ക് ഇതിൻ്റെ മസ്ജിദുൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളിയുടെ ബാക്കിലൂടെ ഒരു വഴിയുണ്ട്. ആദ്യം അതൊക്കെ വേലി കെട്ടി ഇവർ ഫെൻസ് ചെയ്തിരുന്നു, പക്ഷെ അതൊക്കെ ഇന്ന് നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റും. ഒരുപാട് പേര് കയറുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഹന്തക്ക് കാണാൻ വരുന്നവർക്ക് ഈ അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഒന്ന് ശ്രമകരമായി പോകണമെന്ന് ഉദ്ദേശമുള്ളവർക്ക് ഇതിൻ്റെ ബാക്കിലൂടെ ഈ മല കയറിയാൽ അങ്ങോട്ട് എത്താൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാസിർക്കയും റിഷാലും ക്ഷീണിച്ച് അവർ വിശ്രമിക്കാൻ കാറിലേക്ക് പോയിരിക്കുകയാണ്. തൽക്കാലം ഞാൻ മാത്രമാണ് ഇപ്പോൾ അങ്ങോട്ട് കയറുന്നത്. ഇതാ ഈ ഭാഗത്ത് മദീനയിലെ ഹന്തക് എന്ന് പറയുന്ന ഈ ഒരു ചരിത്രമുറങ്ങുന്ന മണ്ണിലെ പുതിയ പട്ടണം നമുക്ക് കാണാം. നിറയെ ബിൽഡിങ്ങുകളൊക്കെയുള്ള മദീന സിറ്റിയുടെ കാഴ്ചയാണ്. മറുഭാഗത്താണ് നമ്മുടെ ഹന്തക് സൽ എന്ന് പറയുന്ന ഈ മൗണ്ടെയിൻ ഉള്ളത്. ഇതിൻ്റെ താഴെയാണ് മുത്തുനബിയും സഹാബത്തും വലിയ ട്രഞ്ച് കിടങ്ങ് കെട്ടി ശത്രുക്കളെ 10,000 വരുന്ന ശത്രുക്കളിൽ നിന്ന് മദീനയെ സംരക്ഷിച്ചത്. ഞാൻ അതിൻ്റെ ഏറ്റവും ഈ പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിൽ ഏതാനും റൂയിൻഡ് ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്. അതുമൊക്കെ ആയിട്ട് പല ചരിത്രങ്ങളും ഉണ്ടാകും. ആ ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദമായി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ആ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും പാകിസ്ഥാനികളൊക്കെ എപ്പോഴും ഇത്തരം അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിലുണ്ടാവുന്നത് നമ്മളെ പാകിസ്ഥാനി സഹോദരങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മളെ ആൾക്കാരൊക്കെ അതൊക്കെ അവിടുന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ബാക്കോട്ട് നിൽക്കുകയാണെങ്കിലും ഇവർ ഇങ്ങനത്തെ ഏത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങളുടെയും ടോപ്പിൽ ഇവരെത്തും കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്ഥലങ്ങൾ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം പോയിന്റിലെത്തുക എന്നുള്ളത് എൻ്റെ ഒരു താല്പര്യമാണ്. എൻ്റെ കൂടെയുള്ള ആസിർക്കയും അതേപോലെ റിഷാലൊക്കെ അവിടെ ക്ഷീണിച്ച് വണ്ടി കയറി ഇരിക്കുകയാണ്. ഞാനിതാ നടന്ന് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിതപ്പുണ്ട് കേട്ടോ. അതിന് കാരണം നല്ല കയറ്റാണ്. ഒരു അത്യാവശ്യം ഹൈറ്റുള്ളൊരു മലമുകളിലേക്കാണ്, സെൽ എന്നറിയപ്പെടുന്ന മലമുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നത് എൻ്റെ ബാക്ക് കാണുന്നതാണ് വലിയ മസ്ജിദ്, ഹന്തക്കിലെ സബ്അ മസാജിദ് എന്നറിയപ്പെടുന്ന വലിയ മസ്ജിദിൽപ്പെട്ട മസ്ജിദ്. മാഷാ അല്ലാഹ്, നല്ല അതിൻ്റെ അടിപൊളി വ്യൂ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വരെ തന്നെ വേണം. ഇവരൊക്കെ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്കും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ കൈസേ ഓ, ഈ പർവ്വതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ ആൾക്കാരിങ്ങനെ പോകണ്ടേ. ഒന്നും പറയാനില്ല കേട്ടോ. മദീന പട്ടണത്തിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ കിട്ടണമെങ്കിൽ ഈ മസ്ജിദ്, ഈ മൗണ്ട്
സൽ എന്ന് പറയുന്ന ഈ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയാൽ മതി കേട്ടോ. കണ്ടോ, മാഷാ അല്ലാഹ്, മനോഹരമായ മദീന പട്ടണം. അപ്പോൾ ചുറ്റും ഈ പർവ്വത നിരയാണ് കണ്ടല്ലേ. അവിടെയൊക്കെ ആൾക്കാർ ഇതിലൂടെ ഈടുവഴികളിലൂടെ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങോട്ട് അവരൊക്കെ പോകുന്നതെന്ന് അറിയില്ല. അവിടെയൊക്കെ എന്തൊക്കെയോ ചരിത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നമുക്കറിയില്ല, പഠിക്കണം. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ കാണുന്ന റൂയിൻഡ് ബിൽഡിങ്ങുകളുടെ അടുത്തേക്കാണ്. അങ്ങോട്ട് എത്തണം, അതിൻ്റെ ടോപ്പിലേക്ക്. അപ്പോൾ ഇത് കണ്ടോ, വളരെ മനോഹരമാണ്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ ഹന്തക്കിൽ വരുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ലൊക്കേഷനാണിത് കേട്ടോ. മാഷാ അല്ലാഹ്. കാശ്മീരികളായ കുറച്ച് സുഹൃത്തുക്കളെ നമുക്ക് ഇവിടുന്ന് കിട്ടിട്ടോ. ഈ കാണുന്ന കാശ്മീരികളാണ്, ഇന്ത്യയുടെ കാശ്മീരി സുഹൃത്തുക്കളാണ്. അവരും എന്നെപ്പോലെ ഫസ്റ്റാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പാകിസ്ഥാനികളാണെന്ന് കരുതിയിരുന്നത്. ദേ ആർ ഫ്രം കശ്മീർ. ഗുൽസാർ ഹുസൈൻ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഈ ജബൽ സെൽ മൗണ്ടൈൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ടോപ്പിൽ ഹന്തക്ക് ചരിത്രവുമായി ബന്ധപ്പെട്ട, അഹ്സാബ് യുദ്ധത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട സഹാബത്ത് വിശ്രമിച്ചിരുന്ന ഇടങ്ങളാണ് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഏതായാലും കുറച്ച് റിസ്ക് ഉണ്ടെങ്കിലും അങ്ങോട്ട് കയറാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ഇതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിതപ്പൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. 45 ഡിഗ്രിയാണ് ഇപ്പോൾ മദീനയിലെ ടെമ്പറേച്ചർ. ഉണ്ടല്ലേ, മസ്ജിദിൻ്റെ മനോഹരമായ കാഴ്ച. ഇതാ കാണുന്ന ആ ബിൽഡിംഗ് ആണ് ലക്ഷ്യമാക്കി ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു കൺസ്ട്രക്ഷൻ കാണുന്നുണ്ട്, ചെറിയൊരു കെട്ട്. ഇതൊക്കെ അടുത്ത് അധികം പഴക്കമില്ലാത്തതാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ ചരിത്രം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവാം. ഏതെങ്കിലുമൊക്കെ സഹാബത്ത് ഏതെങ്കിലും ഒരു സഹാബി ഇവിടെ ഇരുന്നിരിക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കാം ഇതിൻ്റെ ചരിത്രങ്ങൾ. ഞാൻ ഏതായാലും ഇതിൻ്റെ മുകളിലേക്ക് പോയിട്ട് ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽഡായിട്ട് പിന്നീട് കാണാം. ഇനിയും ഒരുപാട് ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകൾ ഇവിടെയൊക്കെ ഉണ്ട്. പാതി തകർന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് സൗദി ഗവൺമെൻറ് അവരുടെ പുതിയ പദ്ധതികൾ, ഇത്തരം ഹെറിറ്റേജ് സൈറ്റുകളൊക്കെ റിന്യൂവേഷൻ നടത്തി സംരക്ഷിക്കുന്ന പദ്ധതികളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ നമുക്ക് നടന്ന് എത്താനുള്ളൊരു സൗകര്യമെങ്കിലും ഇവർ ഏർപ്പെടുത്തിയത്. വരുന്ന വർഷങ്ങളിൽ, വരും ഭാവിയിൽ ഇതെല്ലാം ഒരു പുതിയ രീതിയിലേക്ക് അവർ ട്രാൻസ്ഫോം ചെയ്ത് നിർമ്മിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കണ്ടോ, ഇതൊക്കെ നല്ല അന്നത്തെ പഴയ വീടുകളായിട്ടാണ് കേട്ടോ തോന്നുന്നത്. കണ്ടോ, ആളുകളിങ്ങനെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഒന്നും പറയാൻ മനോഹരമായ കാഴ്ചകളാണ്. പ്രത്യേകിച്ച് ഇതൊരു വ്യൂ പോയിൻ്റാണ്, മദീനയുടെ ഒരു മനോഹരമായ വ്യൂ പോയിൻ്റ്, ഹന്തക്കിൻ്റെ മനോഹരമായൊരു വ്യൂ പോയിൻ്റ്, മദീന പട്ടണത്തിൻ്റെ മനോഹരമായൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. സബു മസാജിദ്, ഹന്തക്കിലെ 7 മസ്ജിദുകൾ ആണ് നമുക്കിവിടുന്ന് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. അതിലെ പ്രധാനപ്പെട്ട മസ്ജിദാണ് ഈ കാണുന്ന മസ്ജിദ്. മാഷാ അല്ലാഹ്, ഗ്രേറ്റ്. അപ്പോൾ ഞാനിതിൻ്റെ എന്ന് പറയപ്പെടുന്ന ഈ പർവ്വതത്തിൻ്റെ ഉച്ചിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു സമതലമാണ്, ഉണ്ടല്ലേ.
നല്ല കാറ്റൊക്കെ ഉണ്ട്. നല്ല ചൂടാണ് കേട്ടോ ഇന്ന് മദീന. 45 ഡിഗ്രിയാണ്. പക്ഷേ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നമുക്ക് ചൂടത്ര ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഹയാത്രികർ അവിടെ കാറിൽ വിശ്രമിക്കുക കേട്ടോ. ഞാൻ അവരൊന്ന് വിളിച്ചോക്കട്ടെ. നാസിർക്കയെ ഒന്നും കൂടിയും കാണാം. ഇതാ നമ്മുടെ നാസിർക്കയാണ് ആ കാറിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഞാൻ എത്ര ദൂരെ നിന്നാണ് പോയതും ചെയ്ത് ഈ ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. എൻ്റെ കാറാണ് കാണുന്നത്. സെൽ പർവ്വതത്തിൻ്റെ ഉച്ചിയിൽ നിന്ന് മദീനയുടെ സുന്ദരമായ ഖന്തക്കിൻ്റെ സുന്ദരമായ കാഴ്ചകൾ ആസ്വദിച്ച് ഇതാ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പഴയ തകർന്ന കെട്ടിടങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി എന്താണെന്നുള്ളത് അറിയില്ല. മദീന ചരിത്രത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാം. അറിയുന്നവരുണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയാണ് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ എന്തെങ്കിലും രേഖകൾ നിങ്ങളടുത്തുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക. ഏതായാലും ഖന്തക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട അതിനുശേഷം സഹാബത്ത് ഇരുന്നിരുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടതോ ഒക്കെ ആയിട്ടുള്ള നിർമ്മിതികളാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തകർന്നിട്ടുണ്ട്, കോട്ട പോലെയുണ്ട് കണ്ടിട്ട്. അവിടെ ഉണ്ട് വേറൊരു കോട്ട. ഇതെല്ലാം ഓരോ കോട്ടകളാണെന്ന് മനസ്സിലാക്കുന്നു. പാർഷ്യലി റൂയിൻഡ്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു കോട്ടയുടെ മുകളിലേക്ക് കയറാനുള്ള വഴിയുണ്ട് കേട്ടോ. ഒന്ന് കയറി നോക്കാം. ഇതിനൊക്കെ എത്ര കാലം പഴക്കമുണ്ടോ എന്നും അറിയില്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യുക, നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ കോട്ടയുടെ മുകളിലാണ് കരിങ്കല്ല് കൊണ്ട്, മണ്ണും കരിങ്കല്ലും കൂട്ടി ഈത്തപ്പന പോലെയുള്ള മരങ്ങളുടെയൊക്കെ തടിയും വെച്ച് പിടിച്ചുകൊണ്ടാണ്, ഈത്തപ്പനല്ല മറ്റേതോ മരം, അതിൻ്റെ തടി, അതിൻ്റെ മുകളിൽ മണ്ണ്, കല്ല്, ഈത്തപ്പനയുടെ ഓല കണ്ടല്ലേ, അതൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ റൂഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ടോപ്പിലാണുള്ളത്. മാഷാ അല്ലാഹ്, മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഇത് കാണുന്നില്ലേ, മദീന സിറ്റിയുടെ അതിമനോഹരമായ കാഴ്ച. ഹറമ് കാണുന്നുണ്ടോ? നോക്കാം. അതിമനോഹരമായ മദീന പട്ടണത്തിൻ്റെ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ മദീനയിൽ വിസിറ്റ് ചെയ്യുന്ന പലർക്കും അറിയാൻ പറ്റാത്ത, പലരും വരാത്ത ഒരു ഏരിയ കൂടിയാണിത്. ഖന്തക്കിൻ്റെ ബാക്ക്, സെൽ പർവ്വതത്തിൻ്റെ മുകളിലുള്ള ഈ പ്രദേശം. വലിയൊരു ടീമാണ് കേട്ടോ നമ്മളെ പാകിസ്ഥാനി സുഹൃത്തുക്കൾ. മസ്ജിദുൽ ഖിബ്ലത്തൈനിയിലേക്കാണ് കേട്ടോ ഇനി. ഇതാ ഞങ്ങൾ മസ്ജിദുൽ ഖിബ്ലത്തൈനിയുടെ തൊട്ടടുത്തെത്തി. നമ്മുടെ റിഷാൽ മാഷുണ്ട്, നാസിർക്കുണ്ട്. ഇതാ
കിബിലത്തൈൻ. ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ ഒരു നായികക്കല്ലായ കിബിലയുടെ മാറ്റം സംഭവിച്ചത് ഈ പള്ളിയിൽ വെച്ചാണ്. ഇവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കിബില അള്ളാഹുവിൻ്റെ ഹബീബ് ഇഷ്ടപ്പെടുന്ന മക്കയിലേക്ക് തന്നെ നിങ്ങളുടെ മുഖം തിരിച്ചോളൂ എന്ന് പറയുന്ന ആയത്തിറങ്ങിയ ആ സംഭവം നടന്ന പള്ളിയാണിത്. നിസ്കാരത്തിനിടയിൽ തന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചിരുന്ന നബിതങ്ങൾ നേരെ മക്കയിലെ കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കാരം തുടർന്നു എന്നാണ് ചരിത്രം. മസ്ജിദുൽ ഖിബ്ലത്തൈനിയുടെ വിഭാഗമാണ് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് ഈ ഡയറക്ഷനിൽ തിരിഞ്ഞ് നിസ്കരിക്കുകയും അള്ളാഹുവിൻ്റെ ശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അള്ളാഹു വഹയിറക്കി മസ്ജിദുൽ ഹറാമിലേക്ക് നബിതങ്ങളോട് തിരിയാൻ, നബിതങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബലയിലേക്ക് തന്നെ തിരിയാൻ വേണ്ടി കൽപ്പിക്കുകയും അങ്ങനെ ആ നിസ്കാരത്തിൽ തന്നെ നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ കഅബയിലേക്ക് മസ്ജിദുൽ ഹറമിലേക്ക് തിരിഞ്ഞ് നമസ്കാരം പൂർത്തിയാക്കി എന്നതാണ് ചരിത്രം. ആ ചരിത്രം ഉറങ്ങുന്ന മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്നറിയപ്പെടുന്ന മസ്ജിദാണ് ഈ മസ്ജിദ്. റിനോവേഷനൊക്കെ നടത്തി എനിക്ക് അയക്കിട്ടുണ്ട് മുറ്റൊക്കെ. മസ്ജിദുൽ ഖിബ്ലത്തൈനിൽ നിന്ന് മഗ്‌രിബ് നിസ്കരിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി വീണ്ടും ഹറമിലേക്ക്, മസ്ജിദ് നബവിയിലേക്ക്, റൗള ഷരീഫിലേക്ക് തിരിക്കുകയാണ്. മദീനയുടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. വേറിട്ട കാഴ്ചകളുമായി മറ്റൊരു എപ്പിസോഡിൽ കാത്തിരിക്കുക.